തപസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവും. നിങ്ങളുടെ മനസ്സ് പവിത്രമായാൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തനുഭവിക്കാം? ബ്രഹ്മാനന്ദം അനുഭവിക്കാം. നോക്കുക, വളരെ കൃത്യമായി ശാസ്ത്രീയമായി ചിട്ടയായി ഈ അച്ഛൻ കുട്ടികൾക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. നോക്കൂ, അവർ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിച്ചിരിക്കുമ്പോൾ എന്തനുഭവിക്കാം? ബ്രഹ്മാനന്ദം അനുഭവിക്കാം. അതിനെന്ത് ചെയ്യണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മഹൽസേവാം ദ്വാരമാഹുർ വിമുക്തേഹേ. മോക്ഷത്തിന്റെ ദ്വാരമാണ്, മോക്ഷത്തിന്റെ വാതിൽ ആര് തുറന്നു തരും? മഹാത്മാക്കൾ തുറന്നു തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം മഹാത്മാക്കളെ ജീവിതത്തിൽ സേവിക്കണം. പിന്നെ മഹാന്തസ്തേ സമചിത്ത പ്രശാന്താഹ. ആരാണ് മഹാത്മാക്കള്? അവർ സമചിത്തന്മാരാണ്, അവർ ശാന്തിയുള്ളവരാണ്, ആരോടും ദേഷ്യമില്ലാത്തവരാണ്, എല്ലാവരുടെയും സുഹൃത്തുക്കളാണ്. അവര് എപ്പോഴും ആരെ കൂട്ടുകാരനായിട്ട് സ്വീകരിക്കും? ഭഗവാനെ കൂട്ടുകാരനായിട്ട് സ്വീകരിക്കും. അപ്പൊ മഹാത്മാക്കളുടെ കൂട്ടുകാരനാരാ? ഭഗവാനാണ്. സൗഹൃദം എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നല്ലൊരു സുഹൃത്ത് വേണം. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ഒരു സുഹൃത്തിനെ സമ്പാദിക്കുക. എല്ലാ മനുഷ്യനും ഏറ്റവും നല്ല സുഹൃത്താരാ? അകത്തിരിക്കുന്ന ആളാണ്. ഈ അകത്തിരിക്കുന്ന ആളെ മറക്കരുത്. ഞാൻ എത്ര തവണ പറഞ്ഞില്ലേ? ക്ഷേത്രത്തിന്റെ അകത്തിരിക്കുന്ന ആൾ മാത്രമല്ല, നമ്മളുടെ അകത്തൊരാളിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്താരാ? ഭഗവാൻ. ആ ഭഗവാൻ എവിടെ ഇരിക്കണത്? ഹൃദയത്തിലല്ലേ. സുഹൃത്ത് എപ്പോഴും കൂടെ ഉണ്ടാവുന്നതല്ലേ നല്ലത്? കോഴിക്കോട് ഒരാൾ താമസിക്കുന്നു, അയാളുടെ സുഹൃത്ത് ചാലക്കുടിയാണെങ്കിലും നല്ല സുഹൃത്താ, പക്ഷെ അയാൾ താമസിക്കുന്നത് ചാലക്കുടിയാണ്. ബുദ്ധിമുട്ടല്ലേ? ആളെ ആവശ്യത്തിന് കിട്ടുമോ? ആലോചിച്ചു നോക്കൂ. നേരെ കുറച്ച് സുഹൃത്ത് വളരെ അടുത്താണെങ്കിലോ എന്തൊരു സൗകര്യം! എപ്പോഴും സുഹൃത്തിനെ വിളിച്ചാൽ കിട്ടെങ്കിലും നല്ലതല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഏവ മൈ ഈശേ കൃത സൗഹൃദാർത്ഥാഹ. അല്ലയോ കുട്ടികളെ, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളുടെ ഹൃദയഗുഹയിൽ താമസിക്കുന്ന പരമപുരുഷനായ പുരുഷോത്തമനായ ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ കുട്ടികളെ ഒക്കെ നോക്കിയപ്പോഴേ ആ കുട്ടികളുടെ കണ്ണൊക്കെ ഇഹനായി. എത്രയെത്ര നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ പിതാവ് പറഞ്ഞു തരണതല്ലേ? ജയന്തിയെ നോക്കിയപ്പോൾ ജയന്തിയുടെ കണ്ണും ഈറനായി. കാരണം എന്താ? നല്ലൊരു സുഹൃത്തിനെ കിട്ടാൻ എവിടേക്ക് പോയാൽ മതി? സ്വന്തം ഹൃദയത്തിൽ നോക്കിയാൽ ആ ഹൃദയത്തിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന മിന്നിത്തിളങ്ങുന്ന ഭഗവാനെ കാണാം. അതുകൊണ്ട് ഏറ്റവും നല്ല സുഹൃത്താനാണ്? ആരാണ്? ഭഗവാനാണ്. പിന്നെ പറഞ്ഞു ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്ത യാവതർത്ഥാശ്ചലോകേ. ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് വീട് വേണം, വേണ്ടേ? വീട് വേണം, ഭാര്യ വേണം, ധനം വേണം, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ യാവതർത്ഥാശ്ചലോകേ. എന്താ അർത്ഥം? നമുക്കിവിടെ ജീവിക്കാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ സ്വന്തമാക്കി വെക്കാവൂ. മനസ്സിലാവുന്നുണ്ടോ? ഋഷഭയോഗീശ്വരന്റെ ഉപദേശം മനസ്സിലാവുന്നുണ്ടോ? യാവതർത്ഥാശ്ചലോകേ പറഞ്ഞാൽ എന്താ? നമുക്ക് ജീവിക്കാൻ അത്യാവശ്യം എന്തെല്ലാം സാധനങ്ങളാണോ വേണ്ടത് കുട്ടികളെ, അത് മാത്രമേ നിങ്ങൾക്ക് കൈവശം ഉണ്ടാവാറുള്ളൂ. ഓരോന്നും കൂടുതൽ ഉണ്ടാവാൻ പാടുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് ആ കുട്ടികൾക്ക് എന്തൊരു സന്തോഷമായി. ആരോട്? അച്ഛനോട്. അച്ഛനോട് സന്തോഷമായി എന്ന് മാത്രമല്ല, അച്ഛൻ വേറെയും കുറേ കാര്യങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുത്തു? ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. സർവത്ര കേട്ടോളൂ, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സർവത്ര മദ്ഭാവ വിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ധൃത്യുദ്യമ സത്വയുക്തോ ലിംഗം വ്യപോഹേ കുശലോഹമാഖ്യം. സർവത്ര മദ്ഭാവ വിചക്ഷണേന. അല്ലയോ കുട്ടികളെ, നിങ്ങൾ എവിടെ നോക്കിയാലും ആരെ കാണണം? ഈശ്വരനെ കാണണം. കണ്ണ് തുറന്ന് എവിടേക്ക് നോക്കിയാലും എല്ലാ വസ്തുക്കളിലും എല്ലായിടത്തും ആരെ കാണണം? ഈശ്വരനെ കാണണം.